ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു യാത്ര പോവുകയാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ. അപ്പോൾ എണീറ്റപ്പോൾ അച്ഛൻ എണീറ്റു. അച്ഛന് കാപ്പിയും റസ്ക്കും വേണമെന്ന് പറഞ്ഞു. അത് ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഞാൻ റെഡി ആവാനുള്ള കാര്യങ്ങൾ നോക്കി. ഞാൻ റെഡിയായി വന്നപ്പോഴേക്ക് അച്ഛൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പോയിട്ട് വരാം കേട്ടോ. നല്ല പോലെ വെക്കണം കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പം ഞാൻ പോണത് ഇന്ന് തിരുവാരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലാണ്. നട തുറപ്പ് മഹോത്സവം. അങ്ങനെ ഇതാണ് മിനി ബസ്സുണ്ട്, ഒരു വലിയ ടൂറിസ്റ്റ് ബസ്സുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ശ്രീലക്ഷ്മി ട്രാവൽസ് ലക്ഷ്മണ സ്വാമീൻ്റെ ട്രിപ്പിലാണ് ഞാൻ പോകാറുള്ളത്. അപ്പോൾ ഈ തിരുവൈരാണിക്കുളം തന്നെ ഞാൻ 12ാമത്തെ വർഷമാണ് ഈ പോണത്. അപ്പോൾ ബസ് എത്തി കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ആൾക്കാരും കൂടെ വരാണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരുവിധം ആൾക്കാർ അറിയുന്നതാണ്, സ്ഥിര ട്രിപ്പായതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഗീതേച്ചിയാണ്. ഗീതേച്ചിന് ഞാൻ ഈ കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. ഇതാണ് ഞങ്ങളെ ലക്ഷ്മണസ്വാമി. അപ്പോൾ ഇതാ ബസ്സിലിരുന്നു. ഓരോരുത്തർ വഴിയിൽ നിന്ന് കയറാണ്ട്. അച്ഛനെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹായൊക്കെ കൊടുത്തു. അതേപോലെ ഓരോ വഴിയിൽ നിന്ന് ഓരോരുത്തർ കയറാനുണ്ടായിരുന്നു. അപ്പോൾ ഇവരും ഇതേപോലെ തന്നെ ഇതിന് മുന്നേ ഞങ്ങൾ ട്രിപ്പിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ മാഡം. അതുപോലെ ഈ അമ്മ ഞങ്ങളൊപ്പം കഴിഞ്ഞ വർഷം തിരുവൈരാണിക്കുളം ഉണ്ടായിരുന്നു, കൊട്ടിയൂരും ഉണ്ടായിരുന്നു. അങ്ങനെ ബസ്സിലിങ്ങനെ ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മണസ്വാമി അടുത്ത് വന്നിരുന്നു. കുറച്ച് നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ യാത്ര. അപ്പോൾ ഒരുവിധ ആൾക്കാർ കയറി കഴിഞ്ഞപ്പോൾ പോകേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുവിധം ബസ് ഫുള്ളായി. ഇതിൽ എല്ലാം കുറേ പേര് പുതിയതും ഉണ്ടായിരുന്നു, കുറേ പേര് പഴയതായിരുന്നു. പഴയ ആൾക്കാർ കുറേ അമ്മമാരുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫാക്കി. ഞാൻ ഏറ്റവും ബാക്കിൽ വന്നിരുന്നു, സീറ്റിലാണ് ഇരിക്കുന്നത്. ഇവരൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ആയപ്പോൾ ഞങ്ങൾ വടക്കുന്നാഥൻ്റെ അവിടെ എത്തി. ഫസ്റ്റ് തൊഴുന്നത് വടക്കുന്നാഥൻ തന്നെയാണ്. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ ആയി ഇപ്പോൾ വടക്കുന്നാഥനിൽ വന്ന് തൊഴുതിട്ട്. അപ്പോൾ ഈ ട്രിപ്പ് സാധാരണ ഞാൻ തിരുവൈരാണിക്കുളം പോകാനുള്ള തലേന്ന് പോയിട്ട് ചോറ്റാനിക്കര ഹാൾട്ടായി നിൽക്കും. പിന്നെ അവിടെ നിന്ന് നേരെ തിരുവൈരാണിക്കുളം. അങ്ങനെ ഏകദേശം 8 അമ്പലങ്ങൾ ഉൾപ്പെടുന്നത് ആണ്. അപ്പോൾ ഇപ്രാവശ്യം വർക്ക് തിരക്ക് കാരണം ഞാൻ ഒറ്റ ദിവസത്തെ യാത്രയിൽ ഒതുക്കി. അപ്പം അങ്ങനെ ഞങ്ങൾ വടക്കുന്നാഥനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴുത്. തിരക്കില്ലായിരുന്നു കേട്ടോ. ഞാനൊരു ഏകദേശം ഒരു 3 തവണ നിന്ന് തൊഴുതു. അങ്ങനെയായിരുന്നു. പിന്നെ എല്ലാ ഭാഗം ചുറ്റി തൊഴുതു. പ്രത്യേക ഒരു അനുഭവമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി പോണത് നേരെ പാറമേക്കാവ്. ഈ മൈതാനത്ത് ഇങ്ങനെ നടക്കാനും കാണാനും എന്ത് ഭംഗിയാലേ, എത്ര കണ്ടാലും മതി വരില്ല. അങ്ങനെ ഞങ്ങൾ പാറമേക്കാവ് ഭഗവതിനെ തൊഴാൻ വേണ്ടി പോകും. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. അവിടെ തന്നെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറുകയാണ്. പുതിയ ആൾക്കാരായതുകൊണ്ട് തൊഴാനൊക്കെ ഒപ്പം നിന്നൊക്കെ പറഞ്ഞു കൊടുക്കാനും ഇതിനൊക്കെ ഞാൻ നിന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര ഇതായി. പുതിയൊരു അമ്പലം പരിചയപ്പെടുത്തി തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു സ്വാമി. അപ്പോൾ ആ അമ്പലത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ആ അമ്പലം ഉൾപ്പെടില്ല, അടുത്ത വീഡിയോയിലായിരിക്കും ആ അമ്പലം. ഇത് അമ്മയാണ്. ഈ അമ്മേൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കൊട്ടിയൂരൊക്കെ ഈ അമ്മയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. തൊഴാനും
അങ്ങനെ കൂടെ നടന്നുണ്ടായിരുന്നു. സ്വാമി ബസ്സിൽ കയറിയപ്പോൾ എന്നെ പറഞ്ഞു ഈ അമ്മേനെ നോക്കിക്കോണോട്ടോ എന്ന്. അപ്പോൾ ആ അമ്മയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ അമ്പലത്തിനെ കുറിച്ച്, പുതിയ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ അമ്പലത്തിൽ ചെല്ലുന്നതിന് മുന്നേ സ്വാമീൻ്റെ വക ഇങ്ങനെ തൊഴണം, ഇന്ന വഴിപാടെന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനെ സ്വാമി മൈക്കിലൂടെ പറഞ്ഞു കൊടുക്കണത്. അങ്ങനെ ആ അമ്മേൻ്റെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ആ അമ്മയ്ക്ക് കാല് നീട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ അടുത്ത വീഡിയോയിൽ പുതിയൊരു അമ്പലത്തിനെ കുറിച്ച് പറയാം. ഓക്കെ, ബൈ.